ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം. ഉത്തരം പരുത്തി വ്യവസായമാണ്. ഉത്തരം പരുത്തി. ചേരിചേര രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ചേരിചേര രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം ബെൽഗ്രേഡ്. ഉത്തരം ബെൽഗ്രേഡ്. ജന്മിത്വ വ്യവസ്ഥയ്ക്കെതിരെയുള്ള കേരളത്തിലെ ആദ്യത്തെ നാടകം. ജന്മിത്വ വ്യവസ്ഥയ്ക്കെതിരെയുള്ള കേരളത്തിലെ ആദ്യ നാടകം. ഉത്തരം പാട്ടബാക്കി. ഉത്തരം പാട്ടബാക്കി. ഇന്ത്യയിലെ ആദ്യ അണു റിയാക്ടർ ഏതാണ്? ഇന്ത്യയിലെ ആദ്യ അണു റിയാക്ടർ ഏതാണ്? ഉത്തരം അപ്സര. ഉത്തരം അപ്സര. നൊബേൽ സമ്മാന ജേതാവായ അമർത്യ സെന്നിന്റെ ചിന്തകളെ സ്വാധീനിച്ച സംഭവം. നൊബേൽ സമ്മാന ജേതാവായ അമർത്യ സെന്നിന്റെ ചിന്തകളെ സ്വാധീനിച്ച സംഭവം. ഉത്തരം ബംഗാൾ ക്ഷാമം. ഉത്തരം ബംഗാൾ ക്ഷാമം. ആദ്യമായി ഒളിമ്പിക്സിന് വേദിയായ ഏഷ്യൻ നഗരം ഏതാണ്? ആദ്യമായി ഒളിമ്പിക്സിന് വേദിയായ ഏഷ്യൻ നഗരം ഏതാണ്? ഉത്തരം ടോക്കിയോ. ഉത്തരം ടോക്കിയോ. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഉത്തരം അസം. ഉത്തരം ഏതാ? അസം. ഇന്ത്യയിൽ തപാൽ വകുപ്പ് നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? ഇന്ത്യയിൽ തപാൽ വകുപ്പ് നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. ഉത്തരം ഡൽഹൌസി പ്രഭു. ഉത്തരം ഡൽഹൌസി പ്രഭു. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം R.D. കാർവേ. R.D. കാർവേ. ഇന്ത്യയിലെ ആദ്യ ആക്ടിംഗ് പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ആദ്യ ആക്ടിംഗ് പ്രധാനമന്ത്രി. ഉത്തരം ഗുൽസാരി ലാൽ നന്ദ. ഉത്തരം ഗുൽസാരി ലാൽ നന്ദ. ജമീന്ദാരി സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ജമീന്ദാരി സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം കോൺവാലിസ് പ്രഭു. ഉത്തരം കോൺവാലിസ് പ്രഭു. ചാർവാക മതത്തിന്റെ ഉപജ്ഞാതാവ്. ചാർവാക മതത്തിന്റെ ഉപജ്ഞാതാവ്. ഉത്തരം ബൃഹസ്പതി. ഉത്തരം ബൃഹസ്പതി. ഇന്ത്യയിലെ ആദ്യ സിനിമാശാല തുടങ്ങിയത് എവിടെ? ഇന്ത്യയിലെ ആദ്യ സിനിമാശാല തുടങ്ങിയത് എവിടെ? ഉത്തരം കൊൽക്കത്ത. ഉത്തരം ഏതാണ്? കൊൽക്കത്തയാണ്. EMSന്റെ ആത്മകഥയുടെ പേര്. EMSന്റെ ആത്മകഥയുടെ പേര്. ഉത്തരം ആത്മകഥ. ഉത്തരം ഏത് തന്നെയാണ്? ആത്മകഥ. ഭരതന്റെ നാട്യശാസ്ത്രത്തിൽ നിന്ന് ഉത്ഭവിച്ച നൃത്തരൂപം ഏതാണ്? ഭരതന്റെ നാട്യശാസ്ത്രത്തിൽ നിന്ന് ഉത്ഭവിച്ച നൃത്തരൂപം ഏതാണ്? ഉത്തരം ഭരതനാട്യം. ഉത്തരം ഭരതനാട്യം. ബർദോളി സത്യാഗ്രഹം നയിച്ചത് ആരാണ്? ബർദോളി സത്യാഗ്രഹം നയിച്ചത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. നെഹ്റു സാക്ഷരതാ അവാർഡ് നേടിയ ആദ്യ വനിത. നെഹ്റു സാക്ഷരതാ അവാർഡ് നേടിയ ആദ്യ വനിത. ഉത്തരം മദർ തെരേസ. ഉത്തരം മദർ തെരേസ. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്ന പേര് സ്വീകരിച്ച ഭരണാധികാരി. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്ന പേര് സ്വീകരിച്ച ഭരണാധികാരി. ഉത്തരം ഛത്രപതി ശിവജി. ഉത്തരം ഛത്രപതി ശിവജി. നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേരെന്താണ്? നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേര് എന്താണ്? ഉത്തരം ഫാറ്റ്മാൻ. ഉത്തരം ഫാറ്റ്മാൻ. ഇന്ത്യക്കാരനായ ആദ്യ കോളേജ് പ്രിൻസിപ്പൽ ആരാണ്? ഇന്ത്യക്കാരനായ ആദ്യ കോളേജ് പ്രിൻസിപ്പൽ ആരാണ്? ഉത്തരം AR രാജരാജവർമ്മ. AR രാജരാജവർമ്മ. ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര്. ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര്. ഉത്തരം കുഞ്ഞൻ പിള്ള. ഉത്തരം കുഞ്ഞൻ പിള്ള. തുഫത്തുൽ മുവാഹിദീൻ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? തുഫത്തുൽ മുവാഹിദീൻ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഉത്തരം രാജാറാം മോഹൻ റോയ്. മനുഷ്യരാശിയുടെ അനശ്വര പൈതൃകത്തിന്റെയും വാഗ്മയ രൂപത്തിന്റെയും മഹത് കലാസൃഷ്ടിയായി യുനെസ്കോ പ്രഖ്യാപിച്ച കലാരൂപം ഏതാണ്? ഉത്തരം കൂടിയാട്ടം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഉത്തരം വുഡ്സ് ഡെസ്പാച്ച്. ഉത്തരം വുഡ്സ് ഡെസ്പാച്ച്. മാക്സസെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരനാര്? മാക്സസെ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാര്? ഉത്തരം ആചാര്യ വിനോബ ഭാവെ. ഉത്തരം വിനോബ ഭാവെ. ഹിരാകുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഹിരാകുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം മഹാനദി. ഉത്തരം മഹാനദി. നിഴലുകളുടെ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആര്? നിഴലുകളുടെ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റെംബ്രാൻഡ്. ഉത്തരം റെംബ്രാൻഡ്.
റേഡിയോ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്? റേഡിയോ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം. ഉത്തരം ബാംഗ്ലൂര്. ഇന്ത്യയിൽ ആദ്യമായി വന്ന പാശ്ചാത്യ ശക്തികൾ ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. ഉത്തരം ആരാ? പോർച്ചുഗീസ്. ആദ്യ മാമാങ്കം നടന്നത് ഏത് വർഷമാണ്? ഉത്തരം AD 829.